നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വെട്ടിലാക്കി VS. അഞ്ചേരി ബേബി വധക്കേസിൽ പ്രതിപട്ടികയിലുള്ള വൈദ്യുതി മന്ത്രി MM മണിയെ പുറത്താക്കണമെന്ന VS. ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. കോടതി വിധി കണക്കിലെടുത്ത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് VS അച്യുതാനന്ദന്റെ കത്ത്. എന്നാൽ VSന്റെ കത്തിനെ കുറിച്ച് അറിയില്ലെന്ന് കോടിയേരി. മണി മന്ത്രിയാകുമ്പോഴും കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് തുടരാൻ യാതൊരു അയോഗ്യതയില്ലെന്നും വിശദീകരണം. ബേബി വധക്കേസിൽ MM മണി സമർപ്പിച്ച വിടുതൽ ഹർജി തൊടുപുഴ സെഷൻസ് കോടതി തള്ളിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച. VRSുമായി വിമതർ. JSS സ്ഥാപക നേതാവ് ഗൗരിയമ്മയ്ക്കെതിരെ പാർട്ടിയിൽ വിമതപ്പെട. സ്വയം വിരമിക്കണമെന്നാവശ്യപ്പെട്ട് ഗൗരിയമ്മയ്ക്ക് ഒരു വിഭാഗം പാർട്ടി നേതാക്കളുടെ കത്ത്. ഗൗരിയമ്മ സ്വജനപക്ഷപാതം കാണിച്ചുവെന്നും തീരുമാനത്തിന് ഭൂരിഭാഗം അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി B. ഗോപൻ. എന്നാൽ പാർട്ടിയിലെ വിമത വിഭാഗം നൽകിയ കത്ത് ഗൗരിയമ്മ തള്ളി. നീക്കത്തിന് പിന്നിൽ CPM പിന്തുണയെന്ന സൂചന. നിലപാട് ചർച്ച ചെയ്യാൻ ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനം വിളിക്കുമെന്നും JSS വിമതർ. വിഷയത്തോട് പ്രതികരിക്കാതെ ഗൗരിയമ്മ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വിട്ട് ഇടതുപക്ഷത്തേക്കെത്തിയ ഗൗരിയമ്മയ്ക്ക് CPM സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് പാർട്ടിയുമായി അകൽച്ചയിലായിരിക്കെയാണ് പുതിയ വിമത നീക്കം. മുന്നണിക്കെതിരെ മുരളീധരൻ. സ്വന്തം മുന്നണിക്കെതിരെ കടുത്ത ആക്ഷേപം ഉയർത്തി K. മുരളീധരൻ MLA. സർക്കാരിന്റെ വീഴ്ച തുറന്നുകാട്ടുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടതുപക്ഷമായി മാത്രം ചുരുങ്ങിയെന്നും കുറ്റപ്പെടുത്തൽ. ഒരു സമരം നടത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഭരണപക്ഷം കളിയാക്കുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങി. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടെന്നും മുരളീധരന്റെ വിമർശനം. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച മുരളീധരന് VD സതീശന്റെ മറുപടി. മുതിർന്ന നേതാക്കൾ മിതത്വം പാലിക്കണം. പാർട്ടിക്ക് ഇപ്പോൾ പുതിയ യുഗപ്പിറവിയുടെ സമയമെന്നും KPCC വൈസ് പ്രസിഡന്റ്. മുരളീധരന്റെ പ്രസ്താവന പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. തടവറയിലെ വാക്കുകൾ. യമനിൽ നിന്ന് IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം മുഴുനാലിന്റെ വീഡിയോ സന്ദേശം പുറത്ത്. തന്റെ മോചനത്തിനായി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഇടപെടണമെന്ന ആവശ്യം. ആരോഗ്യം ക്ഷയിച്ചു വരുന്നതായും വൈദ്യസഹായം എത്തിക്കണമെന്നും ടോം മുഴുനാലിൽ. തനിക്ക് ഈ ഗതി വന്നത് ഇന്ത്യക്കാരനായതിനാൽ. തന്നോടൊപ്പം ബന്ദിയാക്കിയ ഫ്രഞ്ച് വനിതയെ അവരുടെ സർക്കാർ മോചിപ്പിച്ചു. വിഷയത്തിൽ ക്രൈസ്തവ സഭകളും മാർപ്പാപ്പയും ഇടപെടണമെന്നും വീഡിയോ സന്ദേശത്തിൽ ഫാദറിന്റെ അപേക്ഷ. തടങ്കലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത് അബുദാബിയിലുള്ള ബന്ദ് വഴിയെന്ന് ഉഴുന്നാലിന്റെ കുടുംബം. തെക്കൻ യമനിൽ സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനം ആക്രമിച്ച് ഫാദറിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഈ വർഷം മാർച്ച് 4-ന്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2585 രൂപ, പവൻ 20,680 രൂപ. വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.